ഉൾപ്പെടെ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കഴിഞ്ഞൊരു 3-4 ദിവസമുള്ള പത്രങ്ങൾ, ഇതിലെല്ലാ പത്രങ്ങളും മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, കേരളാവധിയുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത കോർപ്പറേഷനിലെ തട്ടിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പകുതി പേജ് തന്നെ വിവിധ തരത്തിലുള്ള തട്ടിപ്പ്, അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത വന്നു. ഇന്നിപ്പോൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ എല്ലാ സംവിധാനവും ഉള്ളപ്പോൾ അതിൻ്റെ പുറത്തുകൂടി ഒരു 2 ലക്ഷം രൂപ മാസം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനമുണ്ട്. മറ്റ് ഞാൻ ഓരോ പത്രത്തിൽ പറഞ്ഞാൽ ഓരോ പത്രവും നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജനങ്ങൾ വായിക്കുന്ന പത്രങ്ങൾ കൊടുക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കോർപ്പറേഷനിലെ ഭരണ സംസ്കാരവും സംവിധാനവും തരം താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കൗൺസിലർമാർ ഒരുമിച്ച് മാധ്യമപ്രവർത്തകരെ കാണാൻ തീരുമാനിച്ചു. ഇപ്പോൾ നിങ്ങൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നതും സമൂഹം നോക്കുന്നതുമായിട്ടുള്ള ഒരു 3-4 വിഷയങ്ങൾ ഞാനിന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ഈ കോർപ്പറേഷൻ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടായൊരു പ്രശ്നം, ആറ്റുകാൽ പൊങ്കാല തെരുവുകളിൽ നടന്നില്ല. പക്ഷേ തെരുവുകളിൽ ആറ്റുകാൽ പൊങ്കാല നടന്നു, അതിനുവേണ്ടി ഞങ്ങൾ ഇത്ര രൂപ ചെലവഴിച്ചു, അതിൻ്റെ കാര്യങ്ങൾക്കത് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അഴിമതി പരിശ്രമം നടത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഈ വാർത്തകൾ ചർച്ചയാവുന്നത്. അതിനുശേഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ, അവർക്ക് പഠനമുറി ആയിക്കോട്ടെ, വിവാഹ ധനസഹായമായിക്കോട്ടെ, അത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ക്രമക്കേട് നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1.5 വർഷം മുമ്പ് മ്യൂസിയം പോലീസ് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ ക്രിമിനൽ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഭരണസമിതിയും CPM ചേർന്നുകൊണ്ട് ആ കേസ് അട്ടിമറിക്കുവാനുള്ള പരിശ്രമം നടത്തി. ആ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലോക്കൽ പോലീസ് കൈമാറി. ഇപ്പോൾ വിജിലൻസ് ആണ് ആ കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ അതിൽ സജീവമായിട്ടുള്ള യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ പ്രതികളെ ഒന്നും കണ്ടെത്താതെ CPM നേതാക്കന്മാരൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ്. അവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 1.5 വർഷം മുമ്പാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. ഭരണസമിതി തന്നെ ആ കേസ് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ്. അതിലൂടെ കേരളത്തിൽ വളരെ വലിയൊരു റാക്കറ്റ്, ഒരു മാഫിയ, പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു മാഫിയയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള എല്ലാ സാധ്യതകളും ഈ ഭരണസമിതി നേതൃത്വം കൊടുത്ത് അട്ടിമറിച്ചു. അതിനുശേഷം ആണ് കേരളം ശ്രദ്ധിച്ച, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച, ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയൊക്കെ ചെയ്ത വീട്ടുകരം തട്ടിപ്പ് സമരം ഇവിടെ അരങ്ങേറി. മാധ്യമങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തകൾ വച്ചിട്ട്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇപ്പോഴും വീട്ടുകാരൻ തട്ടിപ്പ് നിർബാധം തുടരുകയാണ്. പലരും കരമടച്ചിട്ട് ഇപ്പോഴും വരുമ്പോഴും അവർ അടച്ചതായിട്ട് രേഖകളില്ല. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു പ്രൈം അക്യൂസ്ഡ്, ആ പ്രതിയെ തിരിച്ച് ഇതേ കോർപ്പറേഷൻ തന്നെ നിയമിക്കുവാനുള്ള നടപടികളാണ് ഭരണസമിതി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് കെട്ടിട നമ്പർ തട്ടിപ്പ് വിവരം പുറത്തു വരുന്നത്. അതിവിടെ പറയുന്നത് പോലെ കോർപ്പറേഷനോ ഭരണാധികാരികളോ പരാതി കൊടുത്തിട്ടാണ് അന്വേഷിച്ചതെന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. അത് യാതൊരു തരത്തിലുള്ള ലജ്ജയുമില്ലാതെ ഈ തട്ടിപ്പ് നടത്തിയതിൻ്റെ അന്വേഷണത്തിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കിരുന്നോട്ടെ എന്ന് വരുത്താൻ വേണ്ടി പറയുന്ന അല്പ മനസ്സുകളാണ്. കേശവദാസപുരത്ത് ഒരു വ്യക്തിക്ക് വീടിന് നമ്പർ കിട്ടിയില്ല. അദ്ദേഹം പലതവണ കയറി ഇറങ്ങിയിട്ട് നമ്പർ കിട്ടി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പം അതേ മാനദണ്ഡങ്ങൾ വെച്ച മറ്റൊരു വ്യക്തിക്ക് നമ്പർ കിട്ടി. ആദ്യത്തെ ആൾ വിവരാവകാശം കൊടുത്തു. ആ വിവരാവകാശത്തിലൂടെയാണ് ഇത് പുറത്തു വന്നത്. ഇത് പുറത്തു വന്ന് മാധ്യമ വാർത്തകളായി അത് വീട്ടുകാരൻ തട്ടിപ്പ് പോലെ വളരെ സജീവ ചർച്ചാ വിഷയമാവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. എന്നാൽ ബാക്കിയുള്ള ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ, ആ ഒരു അല്പ മനസ്സാണ് ഞാനാണ് പരാതി കൊടുത്തത്, ഞങ്ങളാണ് കൊടുത്തത് എന്ന് പുരപ്പുറത്ത് കയറി വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ 1.5 വർഷം ഇതേ ഭരണസമിതി ഭരിക്കുമ്പോഴാണ് നടക്കുന്നത്.
കഴിഞ്ഞ 40 വർഷം കൊണ്ട് LDF ഭരിക്കുമ്പോഴാണ് നടക്കുന്നത്. ആ അപമാനം സഹിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളാണ് പരാതി കൊടുത്തത്. ഇത് ചെയ്തവരൊക്കെ തന്നെ ഇടതുപക്ഷ യൂണിയനിലുള്ളവരാണ്. അപ്പോൾ ഇത്രയും കാലം ഈ ഭരണസമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്നവരാണ് ഇത് ചെയ്തത് എന്നുള്ള വസ്തുത വിസ്മരിച്ചുകൊണ്ടാണ് ഈ നാടകങ്ങൾ കാണിക്കുന്നത്. ഈ ഭരണസമിതി പരാതി കൊടുത്തിട്ടല്ല, വിവരാവകാശം വഴി ഒരു വ്യക്തിക്ക് വിവരങ്ങൾ കിട്ടിയ മാധ്യമ വാർത്തകളായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം. അതിലും യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിനിടയ്ക്കാണ് പട്ടികജാതി സ്വയം സഹായ സംഘങ്ങൾ വഴിയുള്ള തട്ടിപ്പ്. ചില പത്രങ്ങളൊക്കെ എഴുതുന്നത് ചില വ്യക്തികളുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ആ പറയുന്ന ബാങ്ക് കണ്ടിട്ടില്ല, അവർ ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. ഓരോ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു ചാനൽ ഒരു വിവരം പുറത്തുവിട്ടു. അവർ ചെന്ന് നോക്കിയപ്പോഴേക്കും ഒരു വ്യക്തി അദ്ദേഹം അറിഞ്ഞിട്ട് പോലില്ല, അദ്ദേഹം ബൈറ്റ് കൊടുക്കുകയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ പേര് ലോൺ എടുത്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ കാരണമായി ഭവിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞാൻ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ പറയുന്നത്. കേരളത്തിൽ വളരെ സജീവമായ ഒരു മാഫിയ, തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് പണം തട്ടിയെടുക്കുന്ന ഒരു മാഫിയ, ആ മാഫിയയുടെ പ്രവർത്തന തലസ്ഥാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള വസ്തുത ഞങ്ങൾ അറിയിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തെളിവ് സഹിതം അത് നിങ്ങളുടെയൊക്കെ തന്നെ പക്കലെത്തും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് സംസ്ഥാന തലത്തിലും മറ്റു തലത്തിലുമൊക്കെ നടക്കുന്ന അഴിമതികളുടെ പിന്നാലെ പോകുമ്പോഴേക്കും ഈ ചെറിയ ചെറിയ തദ്ദേശ സ്ഥാപനങ്ങൾ പോലുള്ളവർ നടക്കുന്ന അഴിമതികൾ ചെറിയ വാർത്തകളായി അലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇവരെയൊക്കെ തന്നെ ഈ തട്ടിപ്പ് പതിറ്റാണ്ടുകളോളം നടത്തുവാനുള്ള പ്രേരണ ഇവർക്കൊക്കെ ഉണ്ടാകും. ഇതിവിടെ അവസാനിക്കണം. പിന്നെ മറ്റൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാണ്, ഇവിടെ അന്വേഷിച്ച് നോക്കിയോ, കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്ന, അതായത് അവരവരുടെ സീറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുള്ള സ്ഥാപനങ്ങളിലൊന്നാണ്. എന്നാൽ അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ അവർ എടുക്കുന്ന ശരിയായ നിലപാടിന്റെ പേരിൽ സ്ഥലം മാറ്റുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു, അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള നടപടികളാണ്. കഴിഞ്ഞ ഒരു 1-1.5 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതാത് സീറ്റുകളിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കണക്കെടുത്ത് നോക്കിയാൽ നല്ലൊരു ശതമാനവും സത്യസന്ധരായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ട്, അവരെ സംരക്ഷിക്കുന്നതിന് പകരം ഈ ഭരണസമിതി എല്ലാ കേസുകളും അട്ടിമറിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് സംരക്ഷിക്കുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് പൊതുപ്രവർത്തനം നടത്തിയുള്ള യാതൊരു പരിചയമോ ഒരു പക്വതയോ കാണിക്കാത്ത ഭരണ നേതൃത്വമാണ് ഇരിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇവിടുത്തെ ഭരണകൂടത്തിനോ എതിരായിട്ട് ഏതെങ്കിലും ഒരു ബോർഡോ പോസ്റ്ററോ ഈ കോർപ്പറേഷനിലെ എവിടെയെങ്കിലും വച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് അപ്രത്യക്ഷമാവുകയാണ്. ഞങ്ങൾ ആദ്യമൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിച്ചു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, താൽക്കാലിക ഉദ്യോഗസ്ഥന്മാരാണ് എടുത്തു മാറ്റുന്നത്. അപ്പോൾ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുവാനുള്ള ബോർഡ് ഇതിന്റെ 4 ഭാഗവും വെച്ചിട്ടുണ്ട്. എന്നാൽ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് അതുപോലുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ പാർട്ടിയുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ആ ബോർഡുകൾ ഇവിടെ പ്രചരണ ബോർഡുകൾ വയ്ക്കുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എടുത്തു മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ കോർപ്പറേഷൻ സെക്രട്ടറിയെ കണ്ട് ശക്തമായി സംസാരിച്ച് ഇടപെടണം എന്നുള്ള താക്കീത്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, നൽകിയതിന് ശേഷമാണ് 2 ബോർഡ് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ BJPയോ പ്രതിപക്ഷ പാർട്ടികളോ വയ്ക്കുന്ന ബോർഡിന് 24 മണിക്കൂർ ആയുസില്ലാത്ത തരത്തിലേക്ക് അധപതിച്ചിരിക്കുകയാണ്. അതെന്താ? പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ തിരുത്തൽ ശക്തി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ജനാധിപത്യത്തിലുള്ള ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നത്. അപ്പോൾ ആ ബോർഡുകൾ മാറ്റുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചു. ഞാൻ നേരത്തെ വിവരിച്ച ഒരു 3-4 തട്ടിപ്പുകൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റുന്നു. അതോടൊപ്പം തന്നെ വാർഡുകളിൽ ഒരൊറ്റ വാർഡുകളിലും പണി നടക്കുന്നില്ല. നിങ്ങളൊക്കെ കോർപ്പറേഷൻ താമസിക്കുന്നവരാണല്ലോ, നിങ്ങളൊക്കെ താമസിക്കുന്ന വീടുകളിൽ റോഡുകളിലൂടെ പുറത്തിറങ്ങുമ്പോൾ, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പല റോഡുകളും തകർന്നു കിടക്കുക. ഈ ഇരിക്കുന്ന BJPയുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ അനുവദിച്ചിട്ടുള്ള പണം 1 രൂപ പോലും ലാപ്സായിട്ടില്ല. ഞങ്ങളുടെ പ്രതിപക്ഷ കൗൺസിലർമാരുടെയൊക്കെ വാർഡുകളിലേക്ക് അനുവദിച്ചിട്ടുള്ള പണം 100% ചെലവാക്കിയ വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ്. ഇപ്പോൾ പൂജപ്പുര വാർഡ് 100% തുക കഴിഞ്ഞ വർഷം ചെലവാക്കിയ വാർഡുകളിലൊന്നാണ് എൻ്റെ വാർഡ്. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഭരണസമിതിയുടെ തകരാറ് മൂലം, യഥാസമയം കാര്യങ്ങൾ പരിഹരിക്കുന്നതിലെ വീഴ്ച മൂലം
കോർപ്പറേഷൻ റോഡുകളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി നാമാവശേഷമായിരിക്കുകയായിരുന്നു. ഏപ്രിൽ മാസമായി, ഇത്രയും ദിവസമായിട്ട് പണികൾ ആരംഭിച്ചിട്ടില്ല. കാരണം ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുവാനും കേസന്വേഷണം അട്ടിമറിക്കുവാനുമുള്ള വ്യഗ്രതയിലാണ് കോർപ്പറേഷൻ സെക്രട്ടറിയും ഭരണത്തലവന്മാരും. ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി. എന്നാൽ ആ കേസിന്റെ വഴിക്ക് വിട്ട് തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാൻ സമയം കിട്ടും. ഇപ്പോൾ 24 മണിക്കൂറും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും സെക്രട്ടറിയും ഒരു സംഘവും ഒക്കെ ചേർന്നുകൊണ്ട് എങ്ങനെ കേസുകൾ അട്ടിമറിക്കാം. അപ്പോൾ ഭരണത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില മാധ്യമങ്ങളിൽ വായിച്ചു, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എല്ലാ കേസുകളും അട്ടിമറിക്കപ്പെടുന്നു. കോർപ്പറേഷൻ നടക്കുന്ന അഴിമതികളെല്ലാം കേസ് IPC ഒഫൻസ് രജിസ്റ്റർ ചെയ്തത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്. എന്നാൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഒരു അട്ടിമറി കേന്ദ്രമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കേസുകൾ, അഴിമതി കേസുകൾ അട്ടിമറിക്കുന്ന ഒരു അട്ടിമറി കേന്ദ്രമായിട്ട് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ BJP സംസ്ഥാന സർക്കാരിനോട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തകർന്നടിയുകയാണ്, സർവനാശത്തിലേക്ക് അധപതിക്കുകയാണ്. ജനങ്ങൾക്കിവിടെ വന്നാൽ കാര്യങ്ങൾ നടക്കുന്നില്ല, റോഡുകളുടെ പണി പുരോഗമിക്കുന്നില്ല, എല്ലാ സെക്ഷനിലും തട്ടിപ്പും വെട്ടിപ്പും. ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ നോംസും പാലിച്ചുകൊണ്ട് വീട് വയ്ക്കുന്ന ഒരാളിന് കെട്ടിട നമ്പർ കിട്ടുന്നില്ല. എന്നാൽ റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് വീട് വയ്ക്കുന്ന ആളിന് പണം കൊടുത്താൽ കെട്ടിട നമ്പർ കിട്ടുന്നു. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ സമ്പൂർണ്ണമായിട്ടും നിയമപരമായ എല്ലാ കാര്യങ്ങളും അട്ടിമറിക്കുന്ന തരത്തിലെത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഭരണസമിതി തിരുവനന്തപുരം പോലെ സംസ്ഥാന തലസ്ഥാന നഗരത്തെ തകർച്ചയിലേക്ക് എത്തിക്കുകയാണ്. 1000 കോടി രൂപ സ്മാർട്ട് സിറ്റി ഫണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ട് വർഷമത്രയായി, 6 വർഷം കഴിഞ്ഞില്ലേ? നമ്മളുടെയൊക്കെ റോഡുകൾ, ആ റോഡുകളൊക്കെ വെട്ടിപ്പൊഴിച്ചിട്ട് സ്കൂൾ തുറന്നപ്പോൾ ശക്തമായ പ്രതിഷേധം വന്നപ്പോഴേക്കും പണി തീരാതെയാണ് റോഡുകൾ നികത്തിയിട്ടുള്ളത് പലതും. കാരണം അവർ പറയുന്നത് വലിയ ജനകീയ പ്രക്ഷോഭം വരുന്നു, വാർത്തകൾ വരുന്നു, ആ പ്രക്ഷോഭത്തിന്റെ തോതൊന്ന് ശമിച്ചിട്ട് പണി ചെയ്യാം. പല റോഡും പണി പൂർത്തിയാക്കിയിട്ടില്ല. കാരണം എന്താണ്? യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാരെ കമ്മീഷൻ കിട്ടുമെന്നുള്ള ഒരൊറ്റ താല്പര്യത്തിൽ പണി ഏൽപ്പിച്ചു. ഇത്തരത്തിലുള്ള ഗൗരവമായ പ്രവർത്തനങ്ങൾ ചെയ്തവരല്ല സ്മാർട്ട് സിറ്റിയുടെ പണി ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഇവിടെ നടന്ന കേസുകളൊക്കെ തന്നെ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ചുമുള്ള ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ വരാൻ പോകുന്ന ദിവസം മുന്നോട്ട് പോകും. നിലവിലിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തലും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ പ്രതികരിക്കുന്നതല്ലാതെ BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായൊരു പ്രതിഷേധം കാണുന്നില്ല. അതൊരു സത്യമാണ്, അതൊരു വസ്തുതയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ധർണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാധ്യമങ്ങളെ വിളിക്കുകയുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് BJP ഇത്തരത്തിൽ ഈ സമരങ്ങൾ കുറച്ചുകൂടി പ്രക്ഷോഭം ഏറ്റെടുക്കാത്തത്? ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് BJP നടത്തുന്നതെന്നാണോ വിചാരിക്കേണ്ടത്? അതായത് നിങ്ങൾ അറിയാമായിരിക്കും, കോർപ്പറേഷനിൽ കഴിഞ്ഞ 1.5 വർഷം ഇപ്പോൾ BJP നോട്ടീസ് കൊടുത്ത് വിളിച്ച സ്പെഷ്യൽ കൗൺസിലുണ്ട്. ഒരു പാർലമെന്ററി സംവിധാനത്തിൽ നമുക്ക് പാർലമെന്ററി സംവിധാനത്തിൽ സമരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ചില രീതികളുണ്ട്. ആ രീതികളാണ് ആദ്യം അവലംബിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ തുടക്കത്തിലുള്ളത്. BJPക്ക് ജനങ്ങൾ സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാനുള്ള കൗൺസിലർമാരുടെ എണ്ണം തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിട്ടുള്ള ഈ കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ചുരുങ്ങിയ കാലയളവിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ സമയത്താണ്. അതിന് നോട്ടീസ് കൊടുത്തുള്ള BJPയുടെ കൗൺസിൽ പാർട്ടിയാണ്. ഈ കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ദേശീയ തലത്തിൽ വരെ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ജനപ്രതിനിധികൾ ഒരുമിച്ച് തുടർച്ചയായിട്ട് സമരം ചെയ്തത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 30 ദിവസം തുടർച്ചയായിട്ട് കൗൺസിലർമാർ സമരം ചെയ്ത് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്ത തരത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ സമരം ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തിൽ നടന്ന സമരവും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നടത്തിയ സമരവും തമ്മിൽ താരതമ്യം ചെയ്തു. നിങ്ങളുടെ ഈ ഇരിക്കുന്ന ചാനൽ ക്യാമറകളും ഈ അച്ചടിക്കുന്ന പത്രങ്ങളുമൊക്കെ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സമരത്തെക്കുറിച്ച് എഴുതാൻ പേജുകളും സമയവും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന അഴിമതികളെ കുറിച്ചാണ് എന്നുള്ളത് അഭിമാനത്തോടെ BJP നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും.
ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ പട്ടികജാതി ഫണ്ട് തട്ടിപ്പുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ 35 കൗൺസിലർമാർ ഒപ്പിട്ട സ്പെഷ്യൽ കൗൺസിൽ വിളിക്കുവാനുള്ള നോട്ടീസുമായിട്ടാണ്. BJP സ്പെഷ്യൽ കൗൺസിലുകൾ വിളിക്കുന്നു എന്ന് പരിഭവം പറഞ്ഞുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ആനാവൂർ നാഗപ്പൻ അദ്ദേഹത്തിന്റെ പേര് തയ്യാറാക്കിയ നോട്ടീസ് വരെ കോർപ്പറേഷൻ വിതരണം ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ സ്പെഷ്യൽ കൗൺസിൽ വിളിക്കുന്നത് സമരത്തിന്റെ ഭാഗമാണ്, ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ, 48 മണിക്കൂർ ഞങ്ങളൊരു സമരം തീരുമാനിച്ചു. ആ സമരം വളരെ സമാധാനപരമായി കോർപ്പറേഷന്റെ മുൻപിലാണ് ഇരുന്നത്. മാധ്യമങ്ങളൊക്കെ നല്ല വാർത്ത കൊടുത്തു. പക്ഷേ 24 മണിക്കൂർ 8-9 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കോർപ്പറേഷൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തിട്ടൂര പുറപ്പെടുവിക്കുകയാണ് ഈ സമരം അവസാനിപ്പിക്കണമെന്ന്. യാതൊരു കാരണവശാലും സാധ്യമല്ല. ഞങ്ങളുടെ ഈ മുതിർന്ന അശോക് കുമാർ സാർ ഉൾപ്പെടെയുള്ളവർ, വനിതകളുണ്ട്, ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കൗൺസിലാണ്. അശോക് കുമാർ സാർ ഏറ്റവും മുതിർന്ന വ്യക്തി BJP-യുടെ കൗൺസിൽ പാർട്ടിയിലാണ് ഉള്ളത്. ഇവരുൾപ്പെടെയുള്ളവരെ മ്യൂസിയം പോലീസ് വന്നിട്ട് രാത്രി വലിച്ചിഴക്കുകയായിരുന്നു. മാധ്യമങ്ങളൊക്കെ തന്നെ അവിടെ മഞ്ചൂർ കോടതിയിൽ ഒരു അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആയതുകൊണ്ട് കൂടുതൽ മാധ്യമ ശ്രദ്ധയില്ല. മാധ്യമങ്ങളൊക്കെ തന്നെ വഞ്ചൂർ കോടതിയിൽ 4-5 യൂണിറ്റുകൾ അവിടെ ആ വാർത്ത കവർ ചെയ്യാൻ നിന്നപ്പോഴേക്കും ആ സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയൊരു പോലീസ് സംവിധാനത്തെ കൊണ്ടുവന്ന് ഈ കൗൺസിലർമാരെ തറയിലൂടെ വലിച്ചിഴച്ചാണ്. ഞങ്ങളുടെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഞാൻ പലർക്കും അയച്ചു തന്നിട്ടുണ്ട്. വലിച്ചിഴച്ചുകൊണ്ടാണ് കയറിയത്. അത് സമരത്തിന്റെ ഭാഗമല്ലേ? ഇനി ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പൊ എല്ലാ ദിവസവും തെരുവോരങ്ങളിൽ സംഘർഷം ഉണ്ടാക്കി സമരം ചെയ്യുക എന്നുള്ളത് എല്ലാ സമയവും നമുക്ക് സാധിക്കുക. പോലീസ് സംഘർഷത്തിലേക്ക് പോവുക എന്നുള്ളത് എല്ലാ ദിവസവും സാധിക്കില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നടത്തുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമത്തിന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ സത്യസന്ധമായ വിവരം അന്വേഷിക്കുക. കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമരങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആറ്റാൽ പൊങ്കാലയുടെ വിഷയം ഇന്നുവരെയെങ്കിൽ പുറത്തുവിട്ടില്ല. പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് നടന്നപ്പോഴാണ്, എത്രയോ വർഷം മുമ്പ്, അന്നും BJP ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ സമരത്തിന്റെ ഫലമായിട്ടാണ് പുറത്തുകൊണ്ട് വീട്ടുകാരൻ തട്ടിപ്പ് BJP-യുടെ ഈ ലീഡർഷിപ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. കിച്ചൺ ബിൽ അശോക് കുമാർ സാറും ഗോവനും തിരുമലാനും കടമരാജത്തും ഗിരികുമാറും ഒക്കെ തന്നെ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. സാറും ഗോവനൊക്കെ 2015 ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അത്രത്തോളം സംഖ്യയുടെ പിൻബലമില്ലായിരുന്നു. ഞങ്ങൾക്ക് 35 പേരിലായിരുന്നു സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാൻ. ഇപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾ കൂടുതൽ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം തന്നപ്പോൾ സമരത്തിന്റെ വ്യാപ്തിയും ശക്തിയും കൂട്ടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കിച്ചൺ ബില്ലിന്റെ കാര്യത്തിൽ വലിയ തട്ടിപ്പടത്തുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പുവരാം, ഈ പട്ടികജാതി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള സമരം, ഞങ്ങൾ തുടരാൻ പോകുന്ന സമരം, കേരളത്തിലെ തന്നെ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ പണം തട്ടിയെടുക്കുന്ന വളരെ വലിയൊരു മാഫിയ, ആ മാഫിയെ പുറത്തുകൊണ്ടുവരും. നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിലൊക്കെ തന്നെ വ്യക്തമായിട്ട് അതിനുള്ള തെളിവുകളും കാര്യം നിയമപരമായ BJP വിഷയങ്ങളെ ഏതെങ്കിലും തരത്തിൽ നേരിടും? എല്ലാ തരത്തിലും യെസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശോക് കുമാർ സാറൊക്കെ എത്രയോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറിയിക്കുന്നുണ്ട്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഓംബുഡ്സ്മാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ സ്വാധീനം വെച്ച് അവർ നടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാത്തിനും കോപ്പിയാണ്. പക്ഷേ ഇത് ഒരു തലം കഴിയുമ്പോഴേക്കും ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടുന്നു. മറ്റൊന്ന്, നിങ്ങൾ കോടതിയെ സമീപിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചു. ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മിനിമം കോടതിയെ സമീപിക്കുമ്പോഴേക്കും ചില കാര്യങ്ങൾ കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കേണ്ടതായിരുന്നു. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ചേർത്ത് കഴിഞ്ഞാൽ ആ തെളിവുകൾ കിട്ടില്ല. അതൊരു അന്വേഷണ ഏജൻസിക്ക് മാത്രമേ നിയമവിധേയം, ഇവിടുത്തെ കോർപ്പറേഷനിലെ കമ്പ്യൂട്ടറിലുള്ള തെളിവുകൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? വിവരാവകാശം വഴി തരില്ല. അതൊരു അന്വേഷണ ഏജൻസി വന്നത് പിടിച്ചെടുത്താൽ മാത്രമല്ലേ ലഭിക്കുകയുള്ളൂ. അതിന് വരുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടിട്ടാണ് തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അവിടെ ഞങ്ങൾ സമരം ശക്തമാക്കും. ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇടപെട്ടു. കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് കൊടുത്തു. പക്ഷേ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം ഒരു ഗവൺമെന്റ് സിസ്റ്റം വഴി ഇടപെടുമ്പോഴേക്കും അതിന് അവർക്ക് ആവശ്യമായ സമയം ചില കാര്യങ്ങൾക്ക് ഒരു ഭരണകൂടം ചോദിച്ചാൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കോർപ്പറേഷൻ സെക്രട്ടറി രേഖകൾ ഹാജരാക്കാൻ വേണ്ടി അവിടെ സമയം ചോദിച്ചു. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്കും, ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിജിലൻസിലേക്ക് മാറ്റി. എന്നിട്ട് ഇവർ കൊടുത്ത മറുപടി എന്താ? രേഖകളൊക്കെ തന്നെ വിജിലൻസിന്റെ കയ്യിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഔദ്യോഗിക സംവിധാനത്തിന് അങ്ങനെ ഒരു മറുപടി കിട്ടുമ്പോൾ അതിന് ആവശ്യമായ സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്
ആ പവർ ഉപയോഗിച്ചുകൊണ്ട്, സെക്രട്ടറിയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തെ ലാഗ് ചെയ്യുക. ഇപ്പൊ നമ്മളൊക്കെ തന്നെ കോടതിയിൽ സിവിൽ കേസ് കൊടുത്താൽ വക്കീലന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സിവിൽ കേസ് കുറച്ച് കാര്യമായിട്ടൊക്കെ നിൽക്കും. പെറ്റീഷൻ കൊടുക്കുന്നു, അത് തള്ളിപ്പോകുന്നു, എക്സ് പാർട്ടി ഓർഡർ ആകുന്നു, റെജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നു. ഇതിനൊക്കെ എത്രയോ എക്സ് പാർട്ടി സെറ്റിൽ ചെയ്യാൻ പെറ്റീഷൻ കൊടുക്കുന്നു. നമുക്കറിയാമല്ലോ ഒരു കേസ് നീട്ടാൻ. അപ്പോൾ ഒരു ഭരണസമിതി വിചാരിച്ചാൽ സ്വാഭാവികമായിട്ട് നീട്ടാൻ. ഞങ്ങൾ പരാതി കൊടുത്തു, ഞങ്ങൾ പട്ടികജാതി കമ്മീഷനെ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അതിന്റെ പുറകിലാണ്. ഓപ്പറേഷൻ 2000 എന്ന പേരില് സംസ്ഥാന വ്യാപകമായിട്ട് വിജിലൻസ് ഓപ്പറേഷൻ 2000 എന്ന പേരില് സംസ്ഥാന വ്യാപകമായി വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുകയാണ്. കെട്ടിട നമ്പർ പറ്റില്ല. തിരുവനന്തപുരത്ത് ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുടെ പത്തനംതിട്ട നഗരസഭ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെങ്ങനെയാണ് വിജിലൻസിന്റെ നീക്കത്തെ കാണുന്നത്? ഒപ്പം ഈ പ്രത്യക്ഷ സമരം ഏത് തരത്തിലായിരിക്കും ഈ വിജിലൻസ്? ഇപ്പോൾ കോഴിക്കോട് സംഭവത്തിന് ശേഷം വിജിലൻസ് നടത്തിയ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും വിജിലൻസ് ഇതിൽ ഈ കേസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പൊ മാധ്യമവാർത്തകൾ ചെയ്യുമ്പോഴേക്കും വിജിലൻസ് സംവിധാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും വിജിലൻസ് തന്നെ കേസ് അട്ടിമറിക്കുന്ന ചരിത്രമാണ് പിണറായി വിജയന്റെ കീഴിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് സംവിധാനം തന്നെ മാനസികമായി തകർന്നിരിക്കുകയാണ്. IPS ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അവരെ കൊണ്ട് അനാവശ്യമായി കേസുകൾ എടുപ്പിക്കുന്നു. ആ കേസുകളൊക്കെ തന്നെ തെറ്റാണെന്ന് കണ്ടുകൊണ്ട് പലതിനും കോടതി ജാമ്യം കൊടുക്കുന്നു. CPM നേതാക്കന്മാർക്കെതിരെ എന്ത് പറഞ്ഞാലും അടുത്ത നിമിഷം വാദിയായി പോകുന്ന ആൾക്കാരെ പീഡിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജിലൻസിന്റെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകും ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല. SC ഫണ്ട് തട്ടിപ്പിലൊക്കെ പരാതി കൊടുത്തിരുന്നത് ഞങ്ങളാണ്. അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ റെസീപ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ അന്വേഷണം നടക്കുകയാണെന്നാണ് പറയുന്നത്. അന്വേഷണം അട്ടിമറിക്കുകയാണ്. അതിന് നിങ്ങൾ SC ഫണ്ട് തട്ടിപ്പില് സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിച്ചു. അതിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചവരോട് പോലീസ് ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചാണ് അന്വേഷിച്ചത്. ഞാൻ ചോദിക്കുന്നു, ഉന്നതകുല ജാതകരുടെ അക്കൗണ്ടിലേക്ക് പട്ടികജാതിക്കാരന് പോയ ഫണ്ട് പോയിട്ടുണ്ട് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു തെളിവുണ്ടായിട്ട് ആ ഫണ്ട് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരെ, അത് റിസീവ് ചെയ്ത ആൾക്കാരെ ചോദ്യം ചെയ്തു. ചെയ്തിട്ടില്ലല്ലോ. ചെയ്യണമെന്ന് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഭരണ സംവിധാനം തന്നെ അറിയാമല്ലോ. ആ ഫണ്ട് പോയിട്ടുള്ളത് അനർഹന്റെ അക്കൗണ്ടിലേക്കാണ്. അവർ ആ ഫണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അവരെ നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ സെക്രട്ടറിയോ ഭരണ നേതാക്കന്മാരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അവരൊരു മാധ്യമ വാർത്ത സമ്മേളനം നടത്തി ഇതുപോലെ നടത്തിയിട്ട് അന്വേഷണം പോലീസ് അട്ടിമറിക്കുകയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ എങ്ങോട്ടാ സൂചിപ്പിക്കുന്നത്? അപ്പം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു 10-15 ലക്ഷം ജനങ്ങൾ താമസിക്കുകയും 10,000-കണക്കിന് ആൾക്കാർ ദൈനംദിനം വന്നു പോവുകയും തലസ്ഥാന നഗരത്തിന്റെ സാരഥ്യം വഹിക്കുന്ന കോർപ്പറേഷൻ സംവിധാനം തന്നെ ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അതിന് ഭരണകൂടം എന്നല്ല പറയേണ്ടത്. അതുകൊണ്ട് ഈ ഭരണ സംവിധാനത്തെ പിരിച്ചുവിടണം. പിരിച്ചുവിട്ട് ജനവിധി തേടണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. BJPക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി നല്ല ധൈര്യമുണ്ട്. ഈ കോർപ്പറേഷൻ സമിതി ഭരണസമിതി പിരിച്ചു. അതിലെ ആ വാർത്ത തികച്ചും തെറ്റാണ്. നേരത്തെ എനിക്ക് സൂചിപ്പിച്ചതുപോലെ 2 ആളുകൾ ഒരേ സമയത്ത് അത് കേശവാസികളുടെ വാർഡുകളുള്ള 2 ആളുകൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷ പ്രകാരം ആ സമർപ്പിച്ച അപേക്ഷ ഒരാൾക്ക് കിട്ടുകയും കാശ് കൈക്കൂലി കൊടുത്ത ആളിന് കിട്ടുകയും കൈക്കൂലി കൊടുക്കാത്ത ആളിന് കിട്ടാതെ ആ സമയത്താണ് അദ്ദേഹം വിവരാവകാശം ഈ വാർത്ത പുറത്തെത്തിച്ചതും. അത് BJPയുടെ ചില കൗൺസിലർമാരെ കേൾക്കിയ ശേഷമാണ് ഈ വാർത്ത മാധ്യമങ്ങളെ കയ്യിൽ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മേയർ പറയുന്നത് ഇത് എല്ലാം ഞങ്ങളാണേ ചെയ്തത്. ആ സഭയിലും നിരന്തരം പറയുന്ന വാർത്ത. ഒരു ഭരണകൂടത്തിൻ്റെ അഴിമതി പുറത്തു വരുമ്പോൾ അത് ഞങ്ങളാണേ പുറത്തു കൊണ്ടുവന്നത്, ഞങ്ങളാണേ പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്ന നിരന്തരമായിട്ടുള്ള ഒരു വാചകമാണ്. അതുപോലെ ഒരു വലിയ തട്ടിപ്പ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പുറത്തു വരാൻ നമ്മുടെ സാധാരണഗതി അനുസരിച്ച്
ഒരു ഫയലിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കാൻ വർഷങ്ങളെടുക്കുമ്പോഴാണ് അത് അദാലത്തിൽ വെച്ചിട്ട് സാധാരണക്കാരൻ അദാലത്ത് വഴി ആ ആവശ്യം നേടിയെടുക്കും. അതിന് മിനിമം ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം ഇത്ര കാലപ്പഴക്കം ആ ഫയലിനുണ്ടാവും. ഇവിടെ 3 മാസത്തിനകത്ത് അപേക്ഷ സമർപ്പിച്ചിട്ട് കിട്ടാത്ത ആളുകൾ CPM-ന്റെ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ അദാലത്തിലേക്ക് ആ ഫയൽ വരുന്നു. അദാലത്തിൽ മിനിസ്റ്റർ വരുന്നു, മേയർ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. ഉദ്യോഗസ്ഥർ ആ വീഴ്ചയുണ്ട്, ഇത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും ആ ഫയൽ നിർബന്ധപൂർവ്വം അദാലത്തിൽ വെച്ച് പാസ്സാക്കുക. അപ്പോൾ അദാലത്തിൽ വെച്ച് പാസ്സാക്കുമ്പോൾ ഇവരെയൊക്കെ ഈ അഴിമതിയിൽ നിന്ന് ഊരിപ്പോകാം എന്നാണ് ഇവർ ധരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 17 മാസം പിന്നിടുകയാണ്. ഈ 17 മാസം പിന്നിട്ട ഈ ഭരണസമിതിക്ക് ഒരു പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള PMAY-യുടെ പദ്ധതി നടത്തിപ്പ് പോലും ഇന്ന് കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം സംജാതമാണ്. എന്താണ് അവിടെയും ലൈഫ് PMAY, ലൈഫ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതി, PMAY എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഒരു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് PMAY. ആ പദ്ധതി പ്രകാരവും ഇന്ന് പാവങ്ങൾക്ക് എഗ്രിമെൻ്റ് വെച്ചു, അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി, അവർ നിരവധി അദാലത്തുകളിൽ പങ്കെടുത്തു, ഒക്കെ ഫയലാക്കി വെച്ചിരിക്കാനാണ്. അവർ ആദ്യ ഗഡു പൈസ പോലും പോയിട്ടില്ല. സാധാരണക്കാരൻ്റെ തെരുവുകളൊക്കെ കത്തുന്ന കാര്യത്തിൽ, അതിൽ ലൈൻ എക്സ്റ്റൻഷൻ നടത്തുന്ന കാര്യത്തിൽ, കുടിവെള്ളം കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ പദ്ധതി പ്രകാരമുള്ള പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ നിരന്തരം കഴിഞ്ഞ 17 മാസമായി ഇവർക്ക് ഈ അഴിമതിയെക്കുറിച്ച് എങ്ങനെ മൂടിവെക്കാം എന്നുള്ള ഭരണകൂടത്തിൻ്റെ മീറ്റിംഗ് അല്ലാതെ ജനങ്ങളെ സേവിക്കാനോ ജനങ്ങൾക്ക് വേണ്ടിയോ ജനങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള ഭരണസമിതിയുടെ മുന്നേറ്റവും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ റെയ്ഡ് നടക്കുകയാണ്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെയ്ഡ് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും രേഖകളൊക്കെ തന്നെ നേരത്തെ അട്ടിമറിച്ചിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. പറയാൻ കാരണം പട്ടികജാതി ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്ത പല രേഖകളും, ഇവിടെ സമർപ്പിച്ച പല രേഖകളും അതിൻ്റെ ഹാർഡ് കോപ്പിയൊക്കെ തന്നെ മാറ്റിക്കഴിഞ്ഞു. വിജിലൻസ് റെയ്ഡ് നടക്കുന്നുണ്ട്, അത് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇതാണ് റെയ്ഡ് നടക്കുന്നത്. ഓരോ ദിവസവും രാവിലെ ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച്, ഒരു ഭാഗത്ത് വിജിലൻസ്, അന്വേഷണ ഏജൻസികൾ കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണതല നേതൃത്വത്തിൻ്റെയൊക്കെ സമയം മുഴുവൻ എങ്ങനെയാണ് പോകുന്നത്? ഇതെങ്ങനെ അട്ടിമറിക്കണമെന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ വന്നൊരു കോർപ്പറേഷനിലെ തട്ടിപ്പുകളെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു കോളം മാറ്റി വെക്കുകയാണ്. എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ തിന്നുണ്ട്. 4-5 തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ലൈഫ് മിഷന്റെ പദ്ധതി വന്നിട്ട് ആൾക്കാർക്ക് ഭൂമി കൊടുക്കും, വീട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം തന്നെ ഇവർ കൊടുത്ത ലിസ്റ്റിലുള്ള ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ ഓഫീസിൻ്റെ മുമ്പിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് ഒന്ന് കിടന്നുറങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത ആൾക്കാർ അവർ വന്ന് ചോദിക്കുക, ഇവർ പറയുന്നു ആയിട്ടില്ല 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 എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വയ്ക്കുകയാണ്. ഇനി എന്നാവാനാ? നേരത്തെ ശ്രീകാന്ത് ചോദിച്ചല്ലോ, നമ്മുടെ സമരത്തിൽ തറയിൽ വലിച്ചടിക്കായി പെൺകുട്ടികൾ കൊടുക്കുക. ഞങ്ങൾ 48 മണിക്കൂർ സമരം ചെയ്തതിൻ്റെ പ്രതികാരം അവർ പറഞ്ഞതുകൊണ്ട് ബോർഡ് വെച്ചൊന്നുമില്ല. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുക. ആശുപത്രി വേറൊന്നുമില്ല. ഈ അറസ്റ്റിലായ ഒരു ഫോറിൻ ഓഫീസർ ജിലാകുമാരിന്റെ ഭർത്താവ് DMS-കാരനാണ്. അതുവഴി പ്രതിരോധിക്കാനൊക്കെ പറഞ്ഞത് അത് അവരോട് തന്നെ ചോദിച്ചോളണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കുമാരിയായാലും അറസ്റ്റ് ചെയ്യാൻ മുമ്പോട്ടുള്ള അത് ഞാൻ വേറെ ചോദിക്കട്ടെ, അങ്ങനെയുള്ളവരെ താൽക്കാലിക ജീവനക്കാരിയാണോ? ഞങ്ങളാണോ നിയമിച്ചത്? നിയമിച്ച ഞങ്ങളാണ്. പിന്നെ ഇവരുടെ മുൻകൂർ അവധി കൊടുത്ത ആരാ അവർ നിയമിക്കാൻ വേണ്ടി മേയറിൽ കൊടുത്തത്? ഞങ്ങൾ പറഞ്ഞ ജോലി കൊടുത്തത്? ഞങ്ങളിവിടെ ആരും ജോലി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ 1-2 പേരുകൾ ഞങ്ങളുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ചാരാൻ നോക്കണ്ട.
ഇതൊക്കെ നടന്ന അവരുടെ ഭരണസമിതി സമയത്താണെന്നുള്ളത് നോക്കും. മലർന്ന് കിടന്ന് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു വരും. നിങ്ങളൊന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു കലാപരിപാടിയുണ്ട്. BJP-യുടെ കൗൺസിലർമാരുടെയൊക്കെ വാർഡുകളിൽ ഏതെങ്കിലും വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിയമവിധേയമായിട്ട് നടപ്പിലാക്കാനുള്ള വർക്കാണെങ്കിൽ പോലും ഇതിൻ്റെ ഫയല് ഒരു ഘട്ടം വരുമ്പം ഭരണ നേതൃത്വം പിടിച്ചു വയ്ക്കും. അപ്പോൾ അവിടുത്തെ ആൾക്കാർ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രകോപിതരാകും. ആൾക്കാർ പ്രകോപിതരാകുമ്പോൾ നേരെ നേതൃത്വത്തിലുള്ളവരവിടെ ചെല്ലുന്നു, കാറിൽ ചെന്നിറങ്ങുന്നു, ജനങ്ങളെയൊക്കെ വിളിച്ചു, ഇവിടുത്തെ കൗൺസിലർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വന്നിട്ട് ഞാൻ ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഫയൽ പോകും. ഇതൊക്കെ വളരെ നിലവാരം കുറഞ്ഞ സ്കൂളിലും നഴ്സറി സ്കൂളിലുമൊക്കെ കാണിച്ച് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം അവിടെ എത്രയോ 10,000-കണക്കിന് ആൾക്കാരല്ലേ ആ റോഡ് കൃത്യമായിട്ട് പണിയെടുക്കാത്തതുകൊണ്ട് അനുഭവിക്കുന്നത്. ഈ ബാലിശമായിട്ട് ഉള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു കൗൺസിലറോടുള്ള വിരോധം കാണിക്കാൻ ഞാൻ വന്നിട്ടാണ് നടന്നത്. പിറ്റേ ദിവസം പണി ഇങ്ങനെയുള്ള കരങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് കോർപ്പറേഷൻ? അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഭരണസമിതി പിരിച്ചു വിട്ടിട്ട് ഫേസ് ചെയ്യട്ടെ. ഞങ്ങൾ തയ്യാർ. BJP-യുടെ 35 കൗൺസിലർമാരും ജനങ്ങളെ അഭിമുഖിക്കാൻ കാര്യങ്ങൾ പറയാൻ. അതിപ്പോ ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ NDMA ആയിട്ട് പിടിച്ചറിയാം. വീട്ടുകരം അത് തിരുമല അല്ലെ കൂടെ സജീവമായിട്ട് ഉപയോഗിച്ച പക്ഷേ വീട്ടുകരം കയ്യിൽ കാശ് വെച്ചു. ഈ തട്ടിപ്പ് പൈസ വെച്ചിട്ട് ചെയ്യുന്ന എന്ത് ബിസിനസ്സാണ്? ചെയ്യുന്ന എന്ത് ബിസിനസ്സാണ്? ലഹരി കടത്ത് ബിസിനസ്സാണ്. ജനങ്ങൾ നികുതി അടയ്ക്കാൻ കൊടുക്കുന്ന പണം അല്ലെങ്കിൽ കെട്ടിട നമ്പർ ക്രമക്കേട് വാങ്ങിയിട്ട് കിട്ടിയ കോഴപ്പണം വാങ്ങിയിട്ട് ലഹരി കച്ചവടമാണ് നടത്തുന്നത്. എന്ത് അപകടമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഭരണ സംവിധാനം പോകുന്നതെന്ന് ആലോചിക്കുക. എന്നിട്ട് അതിൽ പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ച് പ്രതിയെ റിമാൻഡ് ചെയ്ത് 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ പണം അടച്ചിരിക്കുന്നത്. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലഹരി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി അദ്ദേഹം കോർപ്പറേഷന് വേണ്ടി പിടിച്ച പണം അദ്ദേഹം റിമാൻഡിലായി 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ അടച്ചിരിക്കുക പണം. അതെങ്ങനെ അടയ്ക്കാൻ സാധിക്കും? ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് എങ്ങനെയാണ് പണം അടയ്ക്കാൻ സാധിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ആരായത് അടച്ചത്? അദ്ദേഹം എത്ര കാലം മുമ്പ് പിരിച്ച പണം കയ്യിൽ വെച്ചിട്ട് ലഹരി കച്ചവടം നടത്തിയത് കോർപ്പറേഷൻ പണം ഉപയോഗിച്ചു. അത് ഇവിടുത്തെ ഭരണാധികാരികളൊന്നും അറിഞ്ഞില്ല. ഈ പുരപ്പുറത്തുകാർക്ക് ഞങ്ങളത് കണ്ടുപിടിച്ചോന്ന് പറഞ്ഞവർ ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിഹിതം കിട്ടുന്നത് കൊണ്ട് ഇവർക്കൊന്നും ഇതിനെതിരായി സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം. BJP-ക്ക് സമരം പലതരത്തിലുണ്ട്. മറ്റൊന്ന് നമുക്ക് ഒരു സമരവും നമുക്ക് നേരത്തെ പൂർണ്ണമായിട്ട് അതിന്റെ തുടക്കം മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ ഒരു സമരം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ സാധ്യമായ എല്ലാ തരത്തിലും രാഷ്ട്രീയമായി, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി BJP-യും കൗൺസിൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കൗൺസിലർമാരും അതുപോലെ തന്നെ നിയമപരമായിട്ട് നടത്തേണ്ട കാര്യം, ഈ 3 രീതിയിൽ ഞങ്ങൾ ഇതിനെ ഈ കാര്യങ്ങളൊക്കെ നേരിടും. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങൾ വഴി അതുപോലെ തന്നെ ഗൃഹസമ്പർക്കം വഴി എത്രത്തോളം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കും, എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നഗരസഭ കടന്നു പോകുന്നത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള എല്ലാ സാധ്യമായ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും.